കോട്ടയം മെഡിക്കൽ കോളേജിലെ ആ ഒരു കെട്ടിടം മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പല ആശുപത്രി കെട്ടിടങ്ങളും വലിയ അപകടം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്ന അവസ്ഥയിലാണ്. അങ്ങനെ ഒരു കാഴ്ചയാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും വരുന്നത്. ഏത് നിമിഷവും ദുരന്തം വിതയ്ക്കാവുന്ന നിലയിലുള്ള കെട്ടിടങ്ങളുടെ കഥ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ 3 വർഷം മുൻപ് പ്രവേശനം നിരോധിച്ച കെട്ടിടം ഇപ്പോഴും ജനങ്ങൾ ഉപയോഗിക്കുകയാണ്. കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലെന്ന് തീരുമാനിച്ചാൽ പിന്നെ ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപകടമുണ്ടാവുന്നത് വരെ കാത്തു നിൽക്കുക എന്നല്ലാതെ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഭവിച്ചതിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല. എന്നാൽ ആശങ്കയുടെയും ഭയത്തിന്റെയും സാഹചര്യം സൃഷ്ടിച്ച് സമാനമായ സ്ഥിതിയിൽ നെയ്യാറ്റിൻകരയിലുമുണ്ട് കാലപ്പഴക്കം ചെന്ന ആശുപത്രി കെട്ടിടം. നേരത്തെ വാർഡായി ഉപയോഗിച്ചിരുന്ന ഇരുനില മന്ദിരമാണ് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലുള്ളത്. കാലപ്പഴക്കം കാരണം 3 വർഷമായി ഈ കെട്ടിടം ഉപയോഗിക്കുന്നില്ല. കെട്ടിടത്തിന്റെ സിമന്റ് അടർന്നുമാറി കമ്പികൾ തുരുമ്പിച്ച നിലയിലാണ്. വിണ്ടുകീറിയ അവസ്ഥയിലാണ് ഭിത്തികൾ. ചോർന്നൊലിക്കുന്ന ചുമരുകളും അപകടാവസ്ഥയുടെ തീവ്രത കാട്ടുന്നു. നമുക്കറിയാം, മലയോര മേഖലയിലെയും തീരദേശ മേഖലയിലെയും 100 കണക്കിന് രോഗികൾ ഏക ആശ്രയമാണ് നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ഹോസ്പിറ്റൽ. ജില്ലാ ജനറൽ ആശുപത്രിയുടെ അവസ്ഥ ഇന്ന് വളരെ ദയനീയമാണ്. നമുക്കറിയാം, അതിൻ്റെ ഓരോ കെട്ടിടങ്ങളും പഴകിയ അവസ്ഥയിൽ ദ്രവിച്ച്, അതിൻ്റെ തൂണുകൾ ദ്രവിച്ച് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഴയ 9ാം വാർഡ് എന്ന് പറയുന്ന ആ കെട്ടിടം ഇന്ന് അവിടെ രോഗികളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ആ മറ്റു വാർഡുകളിൽ രോഗികളോട് കൂടെ ഇരിക്കുന്ന രോഗികൾക്ക് കൂട്ടിരിപ്പായിരിക്കുന്ന അവർ വന്ന് രാത്രികാലങ്ങളിൽ കിടക്കുന്നത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന 9ാം വാർഡിലാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം ബലക്ഷയം കാരണം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇതുവരെ നടപടിയായില്ല. പ്രവേശനമില്ലെന്ന് പേപ്പറിൽ എഴുതിയ ഒരു ബോർഡ് തൂക്കിയിരുന്നുവെങ്കിലും കഴിഞ്ഞ മഴയ്ക്ക് ശേഷം കാണാനില്ല. കൂട്ടിരിപ്പുകാർ ഒഴിഞ്ഞുകിടക്കുന്ന ഈ കെട്ടിടത്തിൽ ഉറങ്ങാൻ എത്തുന്നു എന്ന് മാത്രമല്ല, മഴയത്ത് പലരും ഒതുങ്ങി നിൽക്കുന്നതും ഈ കെട്ടിടത്തിലാണ്. ജീവനക്കാരുടെയും ആശുപത്രിയിലെയും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും പരിസരത്താണ്. മോർച്ചറിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വിമുക്തി കേന്ദ്രമടങ്ങുന്ന കെട്ടിടത്തിനുമുണ്ട് കാലപ്പഴക്കം. ഈ കെട്ടിടത്തിന്റെ പിറകുവശം സിമന്റ് പാളികൾ അടർന്നു വീഴാറായ നിലയിലാണ്. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട നെയ്യാറ്റിൻകര നഗരസഭാ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയിൽ മാത്രമല്ല, കൊല്ലത്തു നിന്നും സമാനമായ കാഴ്ചയാണുള്ളത്. പൊട്ടിയും പൊളിഞ്ഞും അപകടകരമായ അവസ്ഥയിലാണ് കൊല്ലം ജില്ലാ ആശുപത്രിയും. കെട്ടിടത്തിന്റെ മുകളിലാകട്ടെ ആൽമരവും മുളച്ചു തുടങ്ങി. സൺഷെയ്ഡ് പാളി ഇളകി വീഴാൻ സാധ്യതയുള്ളതിനാൽ വാതിൽ തുറക്കരുത്. ഇത് കൊല്ലം ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കുമുള്ള മുന്നറിയിപ്പാണ്. ആശുപത്രി സൂപ്രണ്ടിന്റെ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അവസ്ഥയാണിത്. പഴക്കമേറിയ കെട്ടിടത്തിൽ പോസ്റ്റർ പതിപ്പിച്ചതിലപ്പുറം മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കൗതുക കാഴ്ച കൂടെയുണ്ട്. പ്രധാന കെട്ടിടങ്ങളിൽ ഒന്നിനു മുകളിൽ ആൽമരം മുളച്ചു നിൽക്കുന്നു. ദിവസേന ആയിരങ്ങളെത്തുന്ന ജില്ലാ ആശുപത്രിയുടെ അവസ്ഥയാണിത്. പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയാകാൻ വർഷങ്ങളെടുക്കും. പഴയ കെട്ടിടത്തിലാകട്ടെ വാർഡുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ കെട്ടിടങ്ങൾ കാണുമ്പോൾ ഭീതിയാണ്. പല ഭാഗങ്ങളിൽ നിന്നായി കോൺക്രീറ്റ് പാളികൾ ഇളകി വീണിട്ടുമുണ്ട്. ചുമരിലൂടെ വെള്ളം ചോർന്നൊലിക്കുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ അഗ്നിരക്ഷാസേനയുടെ വാഹനങ്ങൾക്ക് ആശുപത്രിക്കുള്ളിലേക്ക് കടക്കാനാകുമോ എന്ന ആശങ്കയുമുണ്ട്. കാഷ്വാലിറ്റിയിലോട്ട് പോകുന്ന ആ എമർജൻസി സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലത്ത് അവിടെ ഒരു പുതുതായിട്ടൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇവിടെ കേരള മോഡൽ എന്നല്ല പറയുന്നത്, അവിടെ മറച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുന്ന ആളുകൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ കോൺക്രീറ്റ് പാളികൾ തകർന്നിരിക്കുകയാണ്, അത് നിങ്ങളുടെ ശരീരത്തിൽ വീണ് കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പടവേടിച്ച് പന്തളത്തെത്തുമ്പോൾ ചൂട്ടും കെട്ടി പട എന്ന തരത്തിലേക്കാണ് കൊല്ലം ജില്ലാ ആശുപത്രി മാറിക്കൊണ്ടിരിക്കുന്നത്. പരിഹാര നടപടികൾ ഉണ്ടാകുമെന്ന വാക്കുകൾ മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ളത്. എന്നാൽ പ്രവൃത്തിയിലോ അത് കാണാനുമില്ല. ന്യൂസ് 18 കൊല്ലം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം വന്യജീവി ശല്യമാണ്. ഈ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണാൻ മൂന്നാറിലൊരു സെമിനാർ സംഘടിപ്പിച്ചിരിക്കുകയാണ് CPI.
വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം സാധ്യമോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന സെമിനാറിൽ പാർട്ടി നേതാക്കളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ പങ്കെടുത്തു. ഇടുക്കിയിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം സാധ്യമോ എന്ന ചോദ്യം ഉന്നയിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഓരോ വനത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന മൃഗങ്ങളുടെ എണ്ണം കണ്ടെത്തുക, വാഹകശേഷിക്കനുസരിച്ച് വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമീകരിക്കുക, നിയമം പരിഷ്കരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ സെമിനാറിൽ ഉയർന്നു. വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ ചില സംഘടനകൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ ആരോപിച്ചു. വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ബോധപൂർവമായിട്ടുള്ള ചില ഏജൻസികൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ വിശേഷം നമ്മൾ ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നുണ്ട്. അത്തരം ആളുകളെ ഇത്തരം സംഭവങ്ങളെല്ലാം പെരുപ്പിക്കുവാനും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാനും ഇടയാകുന്ന സമീപനം സ്വീകരിക്കുന്നുണ്ട്. റിട്ടയർഡ് ചെയ്ത ചില ഫോറസ്റ്റ് ഓഫീസർമാരായിട്ടുള്ള IFSകാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം തന്നെ നമ്മുടെ കേരളത്തിൽ ഈ വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സമീപനവും സ്വീകരിക്കുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ശാശ്വത പരിഹാരമായി വനത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയും വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും ഉറപ്പാക്കുകയും ചെയ്ത് വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിലനിർത്തുക എന്നതാണ് ഉചിതമെന്ന് വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. CPI സംസ്ഥാന കൌൺസിൽ അംഗം MY ഔസേപ്പ് അധ്യക്ഷത വഹിച്ചു. സെമിനാറിൽ മുൻ ഇടുക്കി MP ജോയ്സ് ജോർജ്, തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ SV വിനോദ്, DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു ദൃശ്യത്തിലേക്കാണ് ഇനി. ജനവാസ കേന്ദ്രത്തിലെ തോട്ടിൽ കണ്ട രാജവെമ്പാലയെ കൈയോടെ പിടികൂടുന്ന സ്നേക്ക് ക്യാച്ചർ. തിരുവനന്തപുരം ആര്യനാട് പേപ്പാറ മരുതൻമുട്ടിൽ നിന്നാണ് പൂർണ്ണ വളർച്ചയെത്തിയ രാജവെമ്പാലയെ പിടികൂടിയത്. പരുത്തിപ്പള്ളി റേഞ്ച് പരിധിയിൽ വരുന്ന ആര്യനാട് പാലോട് സെക്ഷനിലെ പേപ്പാറ റോഡിൽ മരുതൻമൂട്ടിലാണ് പാമ്പിനെ കണ്ടത്. കുളിക്കാനിറങ്ങിയ ആളുകൾ തോട്ടിന് സമീപത്തെ പാറക്കെട്ടിന് സമീപം രാജവെമ്പാലയെ കാണുകയായിരുന്നു. തുടർന്ന് RRT ടീമിനെ വിവരമറിയിച്ചു. ഇതിനകം നിരവധി പാമ്പുകളെ പിടികൂടിയിട്ടുള്ള ഉദ്യോഗസ്ഥ റോഷ്നിയുടെ നേതൃത്വത്തിൽ RRT സംഘം പാമ്പിനെ പിടികൂടുകയായിരുന്നു. ഏകദേശം 20 കിലോയോളം ഭാരവും 18 അടി നീളവുമുള്ള പാമ്പ് പൂർണ്ണ വളർച്ചയെത്തിയതാണ്. മൂർഖൻ, അണലി തുടങ്ങി വിഷമുള്ളതും ഇല്ലാത്തതുമായ 1000-ലധികം പാമ്പുകളെ പിടികൂടിയിട്ടുള്ള റോഷ്നി ആദ്യമായിട്ടാണ് രാജവെമ്പാലയെ പിടികൂടുന്നത്. പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടും. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മൂന്നാറിന്റെ നിരത്ത് കീഴടക്കിയ കാട്ടാനയാണ് പടയപ്പ. അക്രമകാരിയാണെങ്കിലും വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കുമൊക്കെ ഇപ്പോഴും വലിയ കൗതുകമാണ് പടയപ്പയെ കാണുന്നത്. ഈ കാട്ടാനയോടുള്ള കൗതുകം കാരണം കുറച്ച് കുട്ടികൾ അതിന്റെ കുറെ ചിത്രങ്ങൾ വരച്ചു. ആ വിശേഷങ്ങളൊന്ന് കാണാം. വനമഹോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി വനം വകുപ്പ് ഒരുക്കിയ ചിത്രരചനാ മത്സരത്തിലായിരുന്നു പടയപ്പ താരമായത്. മൂന്നാർ ആംഗ്ലോ തമിഴ് മീഡിയം LP സ്കൂളിലെ 50 വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിയായിരുന്നു വിഷയം. മിക്കവരും വരച്ച ചിത്രത്തിൽ പടയപ്പ ഇടം പിടിച്ചു. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാണ് അതിൽ പങ്കെടുത്തത്. ഏകദേശം 50ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പോൾ മൂന്നാറിന്റെ ഭംഗി അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രകൃതി സൗന്ദര്യം വരയ്ക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ എല്ലാ കുട്ടികളും വരച്ചപ്പോൾ ഇതിൻ്റെ ഒരു കോണില് എല്ലാ ചിത്രങ്ങളിലും പടയപ്പയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കാരണം ഈ ചെറിയ കുട്ടി 1 മുതൽ 4 വരെ ക്ലാസ്സിലെ കുട്ടികളിൽ പോലും പടയപ്പ ഒരു വികാരമായിട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടിയത്. കാടിനേക്കാൾ പടയപ്പയ്ക്ക് പ്രിയം എന്നും ജനവാസ മേഖലകളാണ്. ഏതാനും നാളുകളായി ചെറിയ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും പടയപ്പ കുട്ടികളെപ്പോലും എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇവർ വരച്ച ചിത്രങ്ങൾ. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. ഇപ്പൊ പടയപ്പ അത്ര
ക്യൂട്ടൊന്നും അല്ല, പല സമയത്തും കാര്യമായ ആക്രമണങ്ങളിലേക്കൊക്കെ പോകുന്നൊക്കെയുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പടയപ്പോൾ അവരുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണിപ്പോഴും. ഇനി നമ്മൾ പോകുന്നത് സഞ്ചരിക്കാൻ റോഡുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത കുറച്ച് ആളുകളുടെ അടുത്തേക്കാണ്. പാലക്കാട് പട്ടാമ്പി നമ്പ്രം നിവാസികളാണ് ഇങ്ങനെ ഒരു ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുക. കാരണം വർഷങ്ങളായി മൺപാതയിലൂടെയാണ് ഇവിടുത്തുകാരുടെ സഞ്ചാരം. മഴ പെയ്തതോടെ ചളിക്കെട്ട് താണ്ടി വേണം പ്രധാന പാതയിലെത്താൻ. പ്രദേശത്തെ അറവുശാലയുടെ പ്രവർത്തനവും നാട്ടുകാർക്ക് വലിയ തലവേദനയാണ്. കഴിഞ്ഞ 5 വർഷമായി റോഡുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് പാലക്കാട് പട്ടാമ്പി നമ്പ്രം ഭാഗത്തുള്ളവരുടെ മറുപടി. റോഡ് എന്ന പേരിൽ പാടത്തിന് നടുവിലൂടെ കെട്ടിപ്പൊക്കിയ 14 അടി വീതിയുള്ള ഒരു മൺപാതയാണ് പട്ടാമ്പി നഗരസഭയിൽ 19 ഡിവിഷനിലെ വെള്ളാംകുളങ്ങര പ്രദേശത്തെ 15 കുടുംബാംഗങ്ങളുടെ ഏക ആശ്രയം. ഒരു മഴ പെയ്താൽ ഇവിടെ രൂപം കൊള്ളുന്ന ചളിക്കെട്ട് താണ്ടി വേണം ജനങ്ങൾക്ക് വീടുകളിലെത്താൻ. കനത്ത മഴ പെയ്താൽ കാൽനടയാത്ര ഏറെ ദുഷ്കരവുമാണ്. ഒരു 10-60-100 മീറ്ററോ 90 മീറ്റർ അതിലധികമില്ല, 90 മീറ്റർ. അത് ശരിക്കും മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കെട്ടി. 90 മീറ്റർ ഇതിൽ കെട്ടിയിട്ടുണ്ട് എന്നല്ലാതെ കണ്ട് ഇതിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ ചളിയും മണ്ണും കുറച്ചിങ്ങനെ കിടങ്ങാന്നല്ലാതെ ഇപ്പോൾ ഇത് കൂടുതൽ യാത്രാ സൗകര്യം ഇല്ലാതായി കിടക്കുക. പരാതിയൊക്കെ ഒരുപാട് വർഷമായി കൊടുക്കും. MLA പോയി കൊടുത്തു. പിന്നെ മുഖ്യമന്ത്രി വന്നേക്ക് അവിടെ ചെന്നിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നര പേര് വന്ന് തെളിവ് പറ്റിയിട്ടുണ്ട്. അവരെ വന്ന് നോക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടിലാണ്. ഇവിടുന്ന് അവിടെ വെച്ച് ഇറക്കി തരിക. ഇവിടുന്ന് ഇങ്ങോട്ട് ചളിയുള്ളതുകൊണ്ട് ഇവിടേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ ഇങ്ങോട്ട് വന്ന് ഇറക്കിയിട്ട് ഉമ്മാക്ക് ഇങ്ങോട്ട് പനിയും വിറയലും ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിറ്റേ ദിവസം പോയി ഗ്ലൂക്കോസൊക്കെ കയറ്റിട്ട് ശരിയായത്. മൺപാതയൊന്ന് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി തരാൻ പ്രദേശവാസികൾ മുട്ടാത്ത വാതിലുകളില്ല. പാടമായതുകൊണ്ട് രാത്രിയായാൽ ഇഴജന്തുക്കളുടെ ശല്യമുള്ളതിനാൽ ജനങ്ങൾ ആശങ്കയിലാണ്. ചളിക്കെട്ടിൽ വാഹനങ്ങൾ താഴുകയും ഓടിക്കാൻ കഴിയാത്തതുകൊണ്ട് ഓട്ടോറിക്ഷകളും മറ്റു വാഹനങ്ങളും വിളിച്ചാൽ വരാൻ മടിക്കുകയുമാണ്. മഴക്കാലത്ത് ഇരുചക്രവാഹനം റോഡിൽ നിർത്തി നടന്നാണ് പലരും വീടുകളിൽ പോകുന്നത്. രോഗിയെ ആശുപത്രിയിലെത്തിക്കാനാണ് ഏറെ പ്രയാസം. പരാതിയൊക്കെ ഒരുപാട് വർഷമായി കൊടുക്കും. MLA പോയി കൊടുത്തു. പിന്നെ മുഖ്യമന്ത്രി വന്നേക്ക് അവിടെ ചെന്നിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിലൊന്നര പേര് വന്ന് തെളിവ് പറ്റിയിട്ടുണ്ട്. അവരെ വന്ന് നോക്കിയിട്ട് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടിലാണ്. ഇവിടുന്ന് അവിടെ വെച്ച് ഇറക്കി തരിക. ഇവിടുന്ന് ഇങ്ങോട്ട് ചളിയുള്ളതുകൊണ്ട് ഇവിടേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ ഇങ്ങോട്ട് വന്ന് ഇറക്കിയിട്ട് ഉമ്മാക്ക് ഇങ്ങോട്ട് പനിയും വിറയലും ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങോട്ട് പിറ്റേ ദിവസം പോയി ഗ്ലൂക്കോസൊക്കെ കയറ്റിട്ട് ശരിയായത്. ഇതോടൊപ്പം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന 2 അറവുശാലകളിൽ നിന്നുള്ള ദുർഗന്ധം നാട്ടുകാർക്ക് തലവേദനയാകുന്നതായും പരാതി ഉയർന്നു. മാംസാവശിഷ്ടങ്ങൾ കഴിക്കാനെത്തുന്ന തെരുവ് നായകളുടെ ശല്യം കാരണം റോഡിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. കഴിഞ്ഞ ബോർഡിൽ പലതവണ ഫണ്ട് വെച്ചിട്ടാണ് ഈ റോഡ് 2 സൈഡും കരികല്ല് കെട്ടി ആ റോഡ് അങ്ങോട്ട് പകുതിയോളം എത്തിച്ചു. ഞാൻ മെമ്പറായിട്ട് 1 വർഷം കഴിഞ്ഞ റോഡ് ഉണ്ടാക്കിയത്. അന്ന് മണ്ണ് വലിയ റോഡ് ഉണ്ടാക്കി. അതിനുശേഷം 2 സൈഡും കെട്ടിയിട്ട് കരിങ്കല്ല് പൊടി വിരിച്ച് റോഡ് വൃത്തിയാക്കി എടുക്കുകയായിരുന്നു. മഴക്കാലത്ത് ചളിക്കെട്ടിലൂടെയുള്ള ജനങ്ങളുടെ സഞ്ചാരത്തിന് താൽക്കാലിക പരിഹാരം കാണുകയും അടുത്ത കാലവർഷത്തിനു മുൻപ് നടപടി കണ്ട് ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. അതേസമയം സംരക്ഷണ ഭിത്തിയോട് കൂടിയുള്ള റോഡ് നിർമ്മാണത്തിന് പദ്ധതി വെച്ചതായും 6 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചതായും നഗരസഭ അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. കൊച്ചി മരടിലെ നഗര റോഡ് നിർമ്മാണം സ്വകാര്യ കമ്പനിക്ക് നൽകിയതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം. തകർന്ന കുണ്ടന്നൂർ ബണ്ട് റോഡ് അറ്റകുറ്റപ്പണികൾ നടത്താമെന്ന് കാണിച്ച് സ്വകാര്യ കമ്പനി നഗരസഭയ്ക്ക് നൽകിയ അപേക്ഷ അംഗീകരിച്ച നടപടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. സമരമാർഗങ്ങൾ അവലംബിച്ചെങ്കിലും ഫലമില്ലാതെ വന്നതോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. മരട് നഗരസഭയിൽ എഞ്ചിനീയറിംഗ് വിഭാഗവും മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും ഉണ്ടായിട്ടും അപേക്ഷ നൽകിയുടൻ സ്വകാര്യ കമ്പനിക്ക് നിർമ്മാണം കൈമാറിയത് എന്തിനാണെന്നാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ ചോദ്യം. തുടർന്ന് നഗരസഭയും ജലസേചന വിഭാഗവും നിർമ്മാണത്തിൽ നിന്നും പിന്മാറി. ആരാണ് നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയെന്ന വിവരാവകാശ ചോദ്യത്തിന് ഉത്തരവാദിത്തമില്ലെന്ന മറുപടിയാണ് നഗരസഭ നൽകിയത്. ഈ ബണ്ടിലൂടെയാണ് നമ്മുടെ മരട് പ്രദേശത്തെ ഈ നീരൊഴുക്ക്, അതായത് വെള്ളക്കെട്ട് എല്ലാം ഒഴിവാകുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട ബണ്ടാണിത്. അത് പുനർനിർമ്മിക്കാൻ ആരും തയ്യാറാവുന്നില്ല. ആ അവസരത്തിലാണ് ജനകീയ സമിതി ഞങ്ങൾ സമരമായി രംഗത്തിറങ്ങുന്നതും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതും. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യില്ലെന്ന് അവരും പറയുന്നു,
നഗരസഭ ചെയ്യില്ലെന്ന് അവരും വിവരാവകാശം കൊടുത്തപ്പോൾ അവരും ഞങ്ങൾക്ക് മറുപടി തന്നു. പിന്നെ സ്വകാര്യ കമ്പനികളെ കൊണ്ട് പണിയിപ്പിക്കില്ലെന്നും പറയുന്നു. പിന്നെ ഇത് ആര് പണിയും എന്നുള്ള ചോദ്യവുമായിട്ടാണ് ഞങ്ങൾ ഈ ജനകീയ സമിതി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്, സമരത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ജലസേചന വകുപ്പാണ് ബണ്ട് റോഡ് പരിപാലിച്ചിരുന്നത്. ഫണ്ടിന്റെ അഭാവത്താൽ പരിപാലനം തീരെ ഇല്ലാതായതോടെ റോഡ് തകർന്നു. ബണ്ടിന് തൊട്ടടുത്തുള്ള സ്വകാര്യ മാൾ മരട് നഗരസഭയുമായി ഉണ്ടാക്കിയ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ റോഡ് നവീകരണം തുടങ്ങിവെച്ചെങ്കിലും തടസ്സവാദങ്ങൾ ഉയർന്നതോടെ പാതി വഴിയിൽ മുടങ്ങി. മാളിന് സമീപം സ്വകാര്യ കമ്പനി ബഹുനില കെട്ടിടം പണിയുന്നതിന് പിന്നിലുള്ള വീട്ടുകാർ മഴക്കാലത്ത് വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലുമാണ്. പേട്ട ജംഗ്ഷൻ മുതൽ ഉള്ള മഴവെള്ളവും അതുപോലെയുള്ള മലിനജലവും ഒഴുകി വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ബണ്ട്. ഈ ബണ്ട് പൊളിച്ച് വീതി കൂട്ടി അതിന് ഷട്ടർ സിസ്റ്റം വെച്ചിട്ട് വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇത്. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായ വെള്ളപ്പൊക്കം, സ്കൂളിനടുത്തുള്ള വെള്ളപ്പൊക്കവും ഈ ബണ്ടിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായതാണ്. അപ്പോൾ അതിനും ഒരു പരിഹാരം കാണണം. അതുപോലെ ഈ റോഡും അടിയന്തരമായിട്ട് നല്ല രീതിയിൽ പണിത് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് കുണ്ടൻകാരൻ പൗരസമിതിയുടെ ആവശ്യം. മാളിന് വേണ്ടിയാണ് നഗരസഭ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അനധികൃതമായി ചെയ്തിരിക്കുന്ന പാർക്കിംഗ് അത് വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ നടക്കാൻ കൂടി സ്ഥലമില്ലാതെ 2 വശങ്ങളിലായിട്ടായിരിക്കും വണ്ടികൾ പാർക്ക് ചെയ്യണത്. ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരാൾ വന്ന് മാറ്റുക എന്നല്ലാതെ വേറെ ഇതിൻ്റെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പാർക്കിംഗ് ബോർഡ് വെക്കാൻ പറ്റിയിട്ടില്ല. അതേസമയം മാള് പോലെയുള്ള വലിയ സംരംഭങ്ങളും സ്ഥാപനങ്ങളും ഓരോ പ്രദേശത്ത് വരുമ്പോൾ ആ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് CSR ഫണ്ട് ഉള്ളതാണ്. അതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരേണ്ട കാര്യമില്ലെന്നാണ് വാർഡ് കൗൺസിലർ ശോഭാചന്ദ്രൻ വ്യക്തമാക്കുന്നത്. പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് സമരസമിതി. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി മാങ്കുളം കള്ളക്കൂട്ടിക്കുടിയിലെ കുടുംബങ്ങൾ യാത്ര ചെയ്യുന്നത് ഈറ്റപ്പാലത്തിലൂടെ ആണ്. കുടിയുടെ അതിർത്തിയിലുള്ള പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതാണ് ഇവിടുത്തെ ആളുകളുടെ ദുരിതയാത്രയ്ക്ക് കാരണം. 2018 പ്രളയത്തിൽ പുഴയ്ക്ക് കുറുകെ ഉണ്ടായിരുന്ന പാലം ഒഴുകിപ്പോയതോടെയാണ് മാങ്കുളം കള്ളക്കൂട്ടിക്കുടിയിലെ ആദിവാസി വിഭാഗങ്ങളുടെ യാത്ര ദുരിതമായത്. പിന്നീടങ്ങോട്ട് ഓരോ മഴക്കാലത്തും കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ കുടിനിവാസികൾ കെട്ടിയുണ്ടാക്കുന്ന ഒറ്റപ്പാലത്തിലൂടെയാണ് യാത്ര. പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് 7 വർഷത്തോളം പഴക്കമുണ്ട്. വലിയ നേരത്തുള്ള പാലം ഉണ്ടായിരുന്നു, അതിപ്പോ പോയി. ഞങ്ങൾ സ്വന്തമായിട്ട് ഇത് 2-3 കൊല്ലമായിട്ട് പണിന്ന് ഇത് ഉണ്ടാക്കുമായി. അതിപ്പോ എല്ലാം പോയതാ പാലം. അരിവ് മേടിക്കണമെങ്കിൽ ഈ പാലത്ത് തന്നെയാണ് കറങ്ങാൻ പോകണം, ഇല്ലെങ്കിൽ നടക്കില്ല. അത് അങ്ങനെ ഒരു പ്രശ്നമാണ്. പാലം ഇത് തന്നെ കുട്ടികൾ 10-18 കാണും. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. 5-6 കൊല്ലമായിട്ട് ഈ പാലത്തിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത്, ഈറ്റപ്പാലത്തിൽ കൂടി. അതായത് കഴിഞ്ഞ ദിവസം ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ പാലത്തിന്റെ സൈഡിലായിട്ട് കാല് തന്നിപ്പോയിട്ട് കമ്പി തൂങ്ങിക്കിടന്നാണ് രക്ഷപ്പെട്ടത്. പാല നിർമ്മാണത്തിനായി തുക അനുവദിച്ചെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായെങ്കിലും പിന്നീടൊന്നും നടന്നില്ല. കുട്ടികളെ സ്കൂളിൽ അയക്കാൻ ഉൾപ്പെടെ പ്രതിസന്ധി നേരിടുമ്പോഴും അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് കള്ളക്കൂട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങളുടെ പരാതി. ഓരോ മഴക്കാലത്തും ഈറ്റ കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന പാലത്തിലൂടെ സാഹസിക യാത്ര നടത്തുകയാണ് മാങ്കുളം കള്ളക്കൂട്ടിക്കുടിയിലെ ജനങ്ങൾ. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. വനത്താൽ ചുറ്റപ്പെട്ട മനോഹരമായൊരു ഗ്രാമമാണ് തൊടുപുഴയ്ക്കടുത്തുള്ള ഉടുമ്പന്നൂർ. ഇവിടുത്തെ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വേളൂർ. വനത്തിനുള്ളിലൂടെയുള്ള 4 കിലോമീറ്റർ ഓഫ് റോഡിലൂടെ കാനന ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്താൽ വേളൂരിലെത്താം. എന്നാൽ ഈ ഗ്രാമത്തെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാർന്നു തിന്നുന്നൊരു പ്രശ്നം മാലിന്യ നിക്ഷേപമാണ്. ദുരിത ജീവിതം നയിച്ച കുറേ മനുഷ്യരുമുണ്ട് ഇവിടെ. ഇതാണ് വർഷങ്ങളായി വേളൂർ ഗ്രാമത്തിന്റെ അവസ്ഥ. ശുദ്ധജലമൊഴുകിയിരുന്ന ചെറുതോടുകളിൽ മലിനജലം നിറഞ്ഞിരിക്കുകയാണ്. 4 ഫാമുകളാണ് വേളൂർ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത്. ഫാമിന്റെ മറവിൽ കൊച്ചിയിലെ വൻകിട ഹോട്ടലുകളിൽ നിന്നുൾപ്പെടെ മാലിന്യമെത്തിച്ച് ഈ കുഴികളിൽ നിറയ്ക്കുകയാണ്. ശക്തമായ മഴയിൽ കുഴികൾ നിറഞ്ഞ ഈ മാലിന്യം അത്രയും തോടുകളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. സമീപത്തെ പന്നി ഫാമിൽ നിന്ന് മലിനജലം നേരിട്ടാണ് തോട്ടിലേക്ക് ഒഴുകുന്നത്. ഈ തോടുകൾ ചെന്ന് ചേരുന്നത് വേളൂർ നദിയിലേക്കും. പ്രദേശമാകെ അസഹനീയമായ ദുർഗന്ധമാണെന്ന് നാട്ടുകാർ പറയുന്നു.
എനിക്ക് വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കാൻ ഭക്ഷണം കഴിക്കാനോ മണം കാരണം പുറത്തിറങ്ങാനോ പറ്റില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇവിടെ പന്നിഫാം നടത്തുന്നതുകൊണ്ട് അവരുടെ വേസ്റ്റ് മുഴുവൻ ഇങ്ങനെ പണ്ട് നെൽപ്പാടം അറിഞ്ഞ സ്ഥലത്തോടെ ഒഴുകി വന്ന് ഞങ്ങളുടെ പറമ്പിൽ കൂടെ ഒക്കെ നിരന്ന് അത് കിടക്കും. കണ്ട പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും കണ്ട എല്ലാ സ്പൂണ് എല്ലാ സാധനങ്ങളും അതിൽ ഉൾപ്പെടും. അതിൽ 50ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമത്തിൽ ഇപ്പോഴുള്ളത് 10 കുടുംബങ്ങൾ മാത്രമാണ്. തോടുകളോട് ചേർന്നുള്ള കിണറുകളിലേക്ക് മലിനജലം എത്തിത്തുടങ്ങിയതോടെയാണ് ജനജീവിതം ദുസ്സഹമായത്. മേഖലയിലെ പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയതോടെ വീടും സ്ഥലവും ഉപേക്ഷിച്ച് പലരും സ്ഥലം വിട്ടു. ഇവിടുത്തെ സാധാരണക്കാരായ ആർക്കും വേണ്ടാത്ത ആളുകളായി സമൂഹത്തിൽ പിന്തള്ളപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ ആളുകളെ കാണുന്നത് എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാലാണ് പലരും ഇവിടെ തന്നെ തുടരുന്നത്. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലും മലിനീകരണ നിയന്ത്രണ ബോർഡിലും ഉൾപ്പെടെ നിരവധി പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട്. ജനിച്ചു വളർന്ന നാട്ടിൽ കാട്ടുമൃഗങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും അതിജീവിച്ച മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുക്കുമ്പോഴും ഒരു ഗ്രാമത്തെയാകെ മാലിന്യം വിഴുങ്ങുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണെന്നാണ് ആരോപണം. ന്യൂസ് 18 ഇടുക്കി. പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിക്കും. മേളയുടെ ഉദ്ഘാടനം ചാക്ക ഗവൺമെന്റ് ITI ഓഡിറ്റോറിയത്തിൽ വ്യവസായ പരിശീലന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഓഫ് ട്രെയിനിംഗ് ഷമ്മി ബക്കർ നിർവഹിക്കും. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെയും സംസ്ഥാന വ്യവസായ പരിശീലന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും മേള നടക്കുന്നുണ്ട്. കേരള പൂരക്കളി കലാ അക്കാദമിയുടെ 2024 പുരസ്കാരം കാസർഗോഡ് പീലിക്കോട്ടെ TV കൃഷ്ണന്. 6 പതിറ്റാണ്ടിന്റെ പൂരക്കളി കലാസഭയ്ക്കാണ് അംഗീകാരം ലഭിക്കുന്നത്. പിലിക്കോട് വേങ്ങേക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരക്കളി കലാകാരനാണ് TV കൃഷ്ണൻ. 15-ാം വയസ്സിൽ ആരംഭിച്ച പൂരക്കളി ഉപേക്ഷിക്കാൻ 76-ാം വയസ്സിലും കൃഷ്ണൻ തയ്യാറല്ല. പൂരോത്സവം ആരംഭിച്ചാൽ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇദ്ദേഹം പൂരക്കളി പന്തലിലെത്തും. നാട്ടിലെ പൂരക്കളി കലാകാരന്മാർക്കൊപ്പം ചുവടുവെച്ചാണ് പൂരക്കളി പഠിച്ചെടുത്തത്. രാമായണം, ഗണപതിപ്പാട്ട് തുടങ്ങിയ പൂരക്കളിയിലെ വൻകളികൾ തച്ചങ്ങാട് കാടൻ കണ്ണൻ പണിക്കരുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ചു. വേങ്ങേക്കോട്ട് പൂരക്കളി സംഘത്തിന്റെ പ്രധാന കലാകാരനായി 20ഓളം ക്ഷേത്രങ്ങളിൽ മത്സരക്കളികളിൽ പങ്കെടുത്തിട്ടുണ്ട്. സാമുദായിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിലും ഇടപെടുന്ന TV കൃഷ്ണൻ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സഹകരണ ബാങ്ക് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരി കോരമ്പത്ത് ഇന്ദിരയാണ് ഭാര്യ. ഗോപാലകൃഷ്ണൻ, ഗോപിക എന്നിവർ മക്കൾ. ന്യൂസ് 18 പിലിക്കോട്. ഇനി നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ഇടവേളയിൽ നല്ല വാക്ക് കാണാം. മറ്റ് പ്രധാന വാർത്തകളുമായി മടങ്ങിയെത്താം.